വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ് എന്നുള്ള ചാപ്റ്ററിൽ തന്നെയാണ് ഒരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളത്. യെസ്, വാട്ട് ഈസ് എ കോണ്ടിനെന്റ്? എന്താണ് കോണ്ടിനെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. മക്കളെല്ലാവരും ത്രൂ ഔട്ട് ഈ ഒരു ക്ലാസ് കാണുക. നമ്മളൊരു 5-6 മിനിറ്റ് ആയിരിക്കും മാക്സിമം ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോണ്ടിനെന്റ്, ഏതൊക്കെയാണ് കോണ്ടിനെന്റ്, കോണ്ടിനെന്റിനെ നമ്മൾ എന്തൊക്കെ പേരുകളിലൊക്കെയാണ് വിളിക്കുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു 4-5 സ്ലൈഡൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഡിലേ ആക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ ചോദിച്ചതുപോലെ തന്നെ വാട്ട് ഈസ് കോണ്ടിനെന്റ്, എന്താണ് കോണ്ടിനെന്റ് എന്ന് നമുക്ക് നോക്കാം. എ കോണ്ടിനെന്റ് ഈസ് എ ലാർജ് കണ്ടിന്യൂസ് ഏരിയ ഓഫ് ലാൻഡ് ഓൺ എർത്ത് യൂഷ്വലി സെപ്പറേറ്റഡ് ബൈ ഓഷ്യൻസ്. ദർ ആർ 7 കോണ്ടിനെന്റ്സ് കോമൺലി റിക്കഗ്നൈസ്ഡ്. നമ്മളിവിടെ പറയുന്നത് ലാർജ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാൻഡ് ഏരിയാസിനെയാണ്, എർത്തിലുള്ള ലാൻഡ് ഏരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, വി ഹാവ് 7 കോണ്ടിനെന്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. 7 കോണ്ടിനെന്റ്സ് ആണ് മക്കളെ ഉള്ളത്. ടോട്ടൽ എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. സാർ, ആ 7 കോണ്ടിനെന്റ്സ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ മക്കളെ കമന്റ് ചെയ്ത് തുടങ്ങി അല്ലേ. സാർ, ദീസ് ആർ ദ 7 കോണ്ടിനെന്റ്സ്. ഇതാണ് നമ്മുടെ വേൾഡിലുള്ള, അതായത് നമ്മുടെ എർത്തിലുള്ള ഈ പറയുന്ന 7 കോണ്ടിനെന്റ്സ് എന്ന് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? യെസ്, കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. യെസ്, കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 കോണ്ടിനെന്റ്സ്. മക്കൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്നത് തന്നെയാണ്, എന്നാലും നമുക്ക് നോക്കാം. ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ദീസ് ആർ ദ 7 കോണ്ടിനെന്റ്സ്. ഇതാണ് 7 കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ 7 വൻകരകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പേരുകൾ കൂടാതെ ഇത് നമ്മൾ യൂഷ്വലി 7 ആയിട്ടാണ് റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ ഇതിൽ തന്നെ ഒരു കോണ്ടിനെന്റോ അല്ലെങ്കിൽ ഒന്നോ അതിലധികം ഒന്നിൽ കൂടുതൽ കോണ്ടിനെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 അല്ലെങ്കിൽ 3 ഇങ്ങനെ പല കോണ്ടിനെന്റുകൾ ചേർന്ന് പുതിയ പേരുകൾ അല്ലെങ്കിൽ പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടിനെന്റ്സ് ഓൾസോ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഡിഫറെൻ്റ്ലി കോണ്ടിനെന്റ്സിന് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ വരുന്നത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക sometimes considered 2 separate continents, sometimes considers a single landmass continent Americas. ഈ പറഞ്ഞ നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയെ ചില സമയത്ത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ചില സമയത്ത് യെസ് ഒരു സിംഗിൾ കോണ്ടിനെന്റ് ആയിട്ടും സിംഗിൾ ലാൻഡ് മാസ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. Then Europe and Asia often considered as 2 separate continents due to historical and cultural differences. Geologists sometimes considers them a one single continent called Eurasia. ഓക്കെ, അമേരിക്ക എന്ന് പറയുന്ന പോലെ തന്നെ യൂറോപ്പിനെയും ഈ പറയുന്ന ഏഷ്യയും ചേർന്നിട്ട് യുറേഷ്യ എന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പിന്നീട് ആഫ്രിക്ക ആൻഡ് യുറേഷ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് usually consider 2 separate continents, sometimes consider a single landmass continent. This variation is in counting continents leads to differing numbers 4 to 7 depending on the പെർസ്പെക്റ്റീവ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കോണ്ടിനെന്റ്സിന് നമ്മൾ 4 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ 5, 6, 7 ഇങ്ങനെ ടോട്ടൽ നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 7 സെപ്പറേറ്റ് കോണ്ടിനെന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ചിലതിനെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിപ്പിച്ചുകൊണ്ട് ജിയോളജിസ്റ്റുകളുടെ ഒപ്പീനിയൻ പ്രകാരം ഒന്നിപ്പിച്ചതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, കോണ്ടിനെന്റ്സിന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വിച്ച് ആർ ദ 7 കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് ഔട്ട് ദ 7 കോണ്ടിനെന്റ്സ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റണം. അത് കൂടാതെ വാട്ട് ഈസ് കോണ്ടിനെന്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് കോണ്ടിനെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾക്ക് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. യെസ്, കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് 4 കോണ്ടിനെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്രിക്ക, യുറേഷ്യ, അമേരിക്ക, അതുപോലെ ആഫ്രിക്ക, യുറേഷ്യ ഒരു കോണ്ടിനെന്റ് ആയിട്ടും ദെൻ അമേരിക്ക, അതുപോലെ തന്നെ അന്റാർട്ടിക്ക, യുറേഷ്യ വേറെ സെപ്പറേറ്റ് കോണ്ടിനെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. ഇങ്ങനെ 4 കോണ്ടിനെന്റ്സ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. ആഫ്രിക്ക, യുറേഷ്യ ഇതൊരു സിംഗിൾ കോണ്ടിനെന്റ് ആയിട്ടും, അതുകൂടെ അമേരിക്ക ഒരു സിംഗിൾ കോണ്ടിനെന്റ് ആയിട്ടും, അന്റാർട്ടിക്ക വേറെ, യുറേഷ്യ വേറെ, ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആഫ്രിക്ക, അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആഫ്രിക്ക, അന്റാർട്ടിക്ക, അതുപോലെ തന്നെ ഏഷ്യ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മേജർ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബേസിക്കലി കോണ്ടിനെന്റ്സ് നമ്മൾ 7 ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ദീസ് ആർ ദ മേജർ 7 കോണ്ടിനെന്റ്സ്: ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഇതാണ് ബേസിക് ആയിട്ടും കോണ്ടിനെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാറ്, പറയാറ്. ഓക്കെ, അപ്പൊ എന്താണ് കോണ്ടിനെന്റ്സ്, എന്താണ് കോണ്ടിനെന്റ്സിനെ പറയാറ്, ദെൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡിവിഷൻസ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് നമ്മൾ ടുഗദർ എന്തുകൊണ്ട് പറയുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിടാം. അപ്പൊ ഇതുപോലെ തന്നെ ഈ എവറി ചാപ്റ്റേഴ്സിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് എൻ്റെ ടീമും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ചെറിയ കോൺസെപ്റ്റ് ആയിട്ട് പഠിച്ചു പോകണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.